ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നിങ്ങൾ എൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഇന്നൊരു ചേഞ്ച് ആവാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുവരുന്ന ലൈക്സിനും കമൻസിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ആദ്യം പുളി തിരുമിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഈ കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഒരു പപ്പട കമ്പിയിൽ കുത്തി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈർക്കിലി ഉപയോഗിക്കാം. അത് ചുട്ടെടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം. ഞാൻ അതിനായിട്ടൊരു 25ഓളം ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് ഞാൻ 25 എണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 പച്ചമുളക് വേണം, കരിവേപ്പില, പിന്നെ പുളി ഒരു നെല്ലിക്ക, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പുളിയുടെ സത്ത് മാത്രം എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണ വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പുളി തിരുമ്മിയത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യമായിട്ട് ഗ്യാസിന്റെ മുകളിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ മുളക് ചുട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ സാധാരണ കൊല്ലമുളകും എടുക്കാം. അപ്പൊ എരിവ് കൂടുതലായിരിക്കുന്നു മാത്രം. ഗ്യാസിന്റെ മുകളിൽ വെക്കുന്നില്ലെങ്കിൽ ഒരു പാനിൽ ചെറുതായിട്ടൊന്ന് എണ്ണയൊന്നും കൂടാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. പക്ഷെ ഗ്യാസിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴാണ് ആ ചുട്ട മുളകിന്റെ ടേസ്റ്റ് വരുന്നത്. അപ്പൊ ആ മുളക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമ്മൾ തിരുമ്മിയെടുക്കണം. ആ ചെറിയ ചൂടോടുകൂടി തന്നെ തിരുമ്മുമ്പോൾ പെട്ടെന്ന് നമുക്കത് പൊടിഞ്ഞു കിട്ടും. മുളക് തിരുമ്മിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ എരിയാൻ സാധ്യതയുണ്ട്. കുറച്ച് എണ്ണ കയ്യിൽ തടവി കൊടുത്തിട്ട് ഇത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടാണെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് എരിയും. പിന്നെ നമ്മൾ ആ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതും കൂടെ ചേർത്ത് നല്ലോണം തന്നെ തിരുമ്മി കൊടുക്കണം. ആ ഉള്ളിയുടെ സത്തൊക്കെ ആ മുളകുമായിട്ട് ചേരണം. നന്നായിട്ട് ഒരു ശക്തിയിൽ തന്നെ തിരുമ്മിയെടുക്കണം നമ്മൾ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക, കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് അതുമായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ആ പച്ചമുളക് ഒന്ന് ഒടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി ചേർത്താൽ മതിയാവും. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ നീര് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ ആ ചെറുതായിട്ടൊരു ഇത്തിരി വെള്ളം പോലെ നിൽക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കൈ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇതിന് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് പുളി തിരുമ്മിയതിന്. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള പുളി തിരുമ്മിയത് റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. നല്ല ചൂടുള്ള കുത്തിരിച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഞ്ഞിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ഇനി നമുക്ക് തൈരും മുളകും ഉള്ളിയും കൂടെ ചേർത്തുള്ള ഒരു ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഏകദേശം സിമിലർ ആണ്. പുളി തിരുമ്മിയതിൽ നമ്മൾ പുളിയാണ് എടുത്തിരിക്കുന്നത്, ഇവിടെ തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രോസസ്സിലും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി മുളക് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ മുളക് എടുത്താൽ മതിയാവും. കരിവേപ്പില എടുത്തിട്ടുണ്ട്.
ഇവിടെ ഞാൻ പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തൈര് മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതും നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. പിന്നെ ആ എണ്ണയിൽ തന്നെ ചെറിയുള്ളി അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കുക. കൂടുതൽ വഴറ്റേണ്ട കാര്യമില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. ചെറിയുള്ളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മുളകിലേക്ക് ഉപ്പ് ചേർത്ത് അത് തിരുമ്മി എടുക്കാം. നമുക്ക് നല്ലോണം പൊടിഞ്ഞ് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടാണല്ലോ വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. അതേ മുളക് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് കഴിഞ്ഞെടുത്താൽ മതി. ആ ഒരു ചൂടൊന്ന് മാറി കഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് തിരുമ്മാനും ബുദ്ധിമുട്ടാവും. നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ചൂടൊന്ന് ആറി കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുത്താൽ മതിയാവും. അതും നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുക. പിന്നീട് ആ തൈര് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ദേ തൈര് മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതും കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കഴിക്കാൻ പറ്റിയത് മാത്രം മതി. അപ്പോൾ 2 ഡിഷും നല്ല സൂപ്പർ ഡിഷാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കപ്പയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുളി തിരുമ്മിയതും തൈര് മുളക് ചട്നിയും റെഡിയായി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വയറ് നിറച്ച് കഴിക്കാം. എൻജോയ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.